അപ്പൊ ഗൈസ് നീ ഫൈറ്റാ ഫുൾ യൂട്യൂബിൽ വരും, ആരും പേടിക്കണ്ട, സെറ്റാണ് അല്ലേ? ഓക്കെണാ? മുല്ലക്കോയും വള്ളിയാൻ്റപ്പനും. അപ്പൊ നമ്മളെ ഇതൊരു ലൊക്കേഷനിലാണ്. എന്താ ഷൂട്ടിംഗ് എന്ന് അറിയോ? മുല്ലാസർപ്പും വള്ളിയാൻ്റപ്പനും. വീഡിയോ ഫുള്ള് കണ്ടാൽ ഷൂട്ട് ഫുള്ള് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കറക്റ്റ് കാണാൻ പറ്റും. എല്ലാവരും സാപ്പി മുല്ലാസർപ്പും അതുപോലെ ആൻ്റപ്പനും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മുന്നേറുകയാണ്. അതായത് പിള്ളേരെല്ലാവരും വാമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ഭാഗമായിട്ട് നമ്മൾ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം പരിപാടി ബോക്സിങ് തുടങ്ങേണ്ടതാണ്. ആര് ജയിക്കും ആര് തോൽക്കും അറിയില്ല, ഏത് നിലക്ക് എത്തുമെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും കാണാൻ കാത്തിരിക്കാം, നമുക്ക് നോക്കാമല്ലോ എന്താണ് പരിപാടി എന്ന്. ഏതാനും നിമിഷങ്ങൾക്കകം ഇന്ന് വൈകിട്ട് 1 മണിക്ക് ഷാനവാസ്ക് ഒരു റഫറി ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഷാനവാസ്ക ഒരാളും വിടില്ല, ഗുസ്തി കഴിഞ്ഞിട്ടേ വിടൂ. ശവമാണെങ്കിൽ ശവ അടിക്കിട്ട് വിടുള്ളൂ. അപ്പൊ ഇതാണ് ലൊക്കേഷന്. ഇത് ജാസർ ഉണ്ട്, മറ്റെല്ലാരും ഉണ്ട്, ടീം മൊത്തമുണ്ട്. സാപ്പിത പ്ലക്കാർഡും ബോർഡറും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. സാപ്പി എല്ലാ ടീമും ഉണ്ട് ഇവിടെ. ജാസർ, സാപ്പിത, തവള വള്ളിയാൻ്റപ്പനും പിന്നെ അതുപോലെ തന്നെ വള്ളിയാൻ്റപ്പനും പിന്നെ മുല്ലാസർപ്പും മുല്ലക്കോയ ആ സംഭവമാണ്. നമ്മളെ ബാക്കിൽ മൈക്കിനും സ്റ്റേജൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ടൂർണമെന്റിന്റെ 60 മിനിറ്റ് പോരാട്ടത്തിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഉണ്ണിയാൽ ഫിഷറീസ് സ്റ്റേഡിയത്തിൽ അഖിലേന്ത്യാ ബോക്സിംഗ് മത്സരം തത്സമയം കാത്തിരിക്കാം. പിന്നെ ഷാനുഭായ് ഇതൊക്കെയാണ്. ഷാനുഭായാണ് ഇതിൽ റഫറി ആയിട്ട് അഭിനയിക്കുന്ന ആള്. അതുപോലെ ചെണ്ട ടീം എല്ലാ ടീമും ഉണ്ട്. നമ്മളെ ചെക്കൻ പുതിയ വന്ന സൂപ്പർ സ്റ്റാർ ഷാനിഫ്. ഉല്ലാസർപ്പിൻ്റെ മറ്റേ വള്ളിയാൻ്റപ്പൻ്റെ കോംബോ വീഡിയോ ഇട്ടാ ഇത് അതിൻ്റെ ഷൂട്ടാണ്. കോംബോ വീഡിയോൻ്റെ ഷൂട്ടാണ്. വള്ളിയാൻ്റപ്പനായ ജാസർ ഇതൊക്കെയാണ്. വള്ളിയാൻ്റപ്പൻ ജാസർ. ഷാനുഭായ് ഷൂട്ടിങ് തുടങ്ങിയിരിക്കണ്. എന്തൊക്കെ ചെക്കന്മാർ പറയണത്. ഇതാണ് ഷാജഹാൻ. ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്ടർമാരെല്ലാം ഉണ്ടെങ്കിൽ ചെറിയ റോൾ കൊടുക്കേണ്ട ആൾക്ക്. വലിയ റോൾ വേണോ? നമ്മളെ ചെക്കൻ ആസ്തറ്റിക് വിൻറ്റേജ് പോയി കൂട്ടത്തിൽ എസ്തറ്റിക് ആള് റെവൻ. ചുണ്ട് പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വൈബ്. ഇതാ മക്കളേട്ടാ, കണ്ടില്ലേ ലൊക്കേഷൻ കണ്ടില്ലേ? എന്താ സാപ്പേ എന്താ പറയാനുള്ളത്? ലൊക്കേഷൻ കിട്ടിക്കാഴ്ച ലൊക്കേഷനാണ്. നമ്മളെ മുല്ലാസർപ്പും ആൻ്റപ്പനുമാണ് പരിപാടി വരുന്നത്. അപ്പോൾ വൈബ് മുല്ലാസർപ്പ് വന്നിക്കണേ. ആൻ്റപ്പനെ അടുത്തേക്ക്. മുല്ലാസർപ്പ് ഇപ്പൊ പണ്ടത്തെ പോലെ കോമഡിയനല്ല, മുല്ലാസർപ്പ് ബോക്സറാണ്. കൂടെ നോക്കണം. അതാണ് എടാ മച്ചു ഏത് മൂഡ് അതന്നെ മൂഡ്. ഇവിടെ വ്ളോഗ് പരിപാടി, അവിടെ ഷൂട്ട് കണ്ട. ഇതെന്താണ് ഈ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. സ്പീക്കർ ഇതാ. എല്ലാ മാന്യപ്രേമികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ചേരിയിൽ തുപ്പലമുണിങ്ങി മുല്ലാസർപ്പും മറുചേരിയിൽ ഒറ്റക്കയ്യൻ ആൻ്റപ്പനും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. 4,35 കോടി അതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ആരും പേടിക്കണ്ട, 2 ദിവസത്തിനുള്ളിൽ വീഡിയോ വരും. അപ്പോൾ എല്ലാവരും ഫുള്ളിന്ന് കണ്ട വ്യത്യസ്ത തരമായ ഒരു കണ്ടന്റാണ് അതിൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റിഫ്ലക്റ്റ് നോമിനേഷൻ എഡ്യൂക്കേഷൻ റിഫ്ലക്റ്റ് വരുന്നത് ആണ് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ റിഫ്ലക്റ്റ്. അപ്പോൾ എപ്പോഴും 4x400 നിൽക്കണം എപ്പോഴും. ഞാൻ പണ്ട് ഞാനൊരു ഗുസ്തിക്കാരന്. ബെൽറ്റ് ഉള്ളിലാട്ടാ. നമ്മളെ ഈ ബാക്കിയെല്ലാ സംഭവം ഇവിടെ ഉണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ഒരു ഗുസ്തി ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. നിൽക്ക് വരിണ്ട്. അപ്പം അടുത്തായിട്ട് എൻ്റെ ഒരു ഗുസ്തി പ്രകടനമാണ് നടക്കാൻ വേണ്ടി പോണത്. കണ്ടോ, ഞാനും ഒരു ഗുസ്തിക്കാരനായിരുന്നു പണ്ട് 90s കാലഘട്ടത്തിൽ. ഞാനൊരു ഐറ്റം കാണിച്ചു കേട്ടോ മക്കളെ. എല്ലാവരും കണ്ടോ. ഇതെന്തോടത്? ഇതൊക്കെ കെട്ടിത്തരുമോ? ഞാൻ എൻ്റെ ഒരു ഐറ്റം കാണിക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടോ? വാ. അപ്പൊ ഞാൻ ഒറ്റക്ക് കളിച്ചത് റെഡി ആവില്ല. ഒറ്റയ്ക്കൊരു ത്രില്ലില്ല. എല്ലാവരും ഉണ്ട് വ്ളോഗിൽ. ഒറ്റയ്ക്കൊരു ഗുമ്പില്ല. ഞങ്ങൾ റിങ് കയറിയിട്ട് ഒരു ഫൈറ്റാണ്. ഞാനും ഷോയിബും കൂടെ റിങ് കയറിയിട്ട് ഒരു ഫൈറ്റ്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? ഫൈറ്റ് മൊത്തം കണ്ടോ, ഫുൾ യൂട്യൂബിൽ വരും, ആരും പേടിക്കണ്ട, സെറ്റാണ് അല്ലേ? ഓക്കെ ആണോ? റെഡി അല്ലേ? ബോക്സിങ് അറിയാൻ ആരോ കരണ്ട് ചെയ്ത ആളാണ് അറിഞ്ഞപ്പോടാ. അപ്പം മക്കളെ ഇനിയാണ് ഫൈറ്റ്. നല്ല സ്റ്റേജ് കയറി റിങ് കയറിയിട്ട് ഫൈറ്റാണ് നടക്കാൻ വേണ്ടി പോണത് അല്ലേ? റെഡി അല്ലേ? വാ. അപ്പോൾ ഗൈസ്
നീ ഫൈറ്റാ ഓക്കെ. അവിടെ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഫൈറ്റ് ഇവിടെ വെച്ചിട്ടാക്കാം. എന്നാ വാ ഫൈറ്റ് ഇവിടെ അപ്പൊ ആൾക്കാർ മൊത്തം കാണല്ലേ. ഇനി വാ വാ വാടാ. ഓ ഓ വാ അടിക്കാ വാ. മാറാ ഗൈസ് അതടിക്കാൻ ഞാനില്ല. അപ്പൊ ഗൈസ് ഗുസ്തി നമ്മളെ കൊണ്ട് കൂട്ടേ കൂടൂല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഗുസ്തിന്റെ ഗ്ലൗസ് വേറെ ആൾക്ക് കൊടുത്തിക്കണ്. ഇനി അവര് തമ്മിൽ ഗുസ്തി അല്ല മോനെ. അതാണ് നല്ലത്. 2 ഗേ കപ്പിൾസ് തമ്മിൽ ഗുസ്തി മത്സരമാണ് നടക്കാൻ വേണ്ടി പോണത്. സ്റ്റാർട്ടല്ലേ? അല്ലാ ടീംസൊക്കെ എത്തിക്കണ്ട, എല്ലാവരും എത്തിക്കണ്. നിങ്ങൾ സിനിമ കയറുമല്ലേ? പറയും നിങ്ങളുടെ അഭിപ്രായം പറയും. ഞാൻ കേറൂല്ലേന്നോ? ഞാനേ ഉണ്ടാവുള്ളൂ മലയാള സിനിമ ഭരിക്കാൻ. സൂപ്പർ സ്റ്റാർ, പത്മശ്രീ, ലെഫ്റ്റനന്റ് കേണൽ, ഇതൊക്കെ ആദ്യം ഒന്ന് പറയാൻ പഠിക്കണം അല്ലേ? ഇതൊക്കെ കിട്ടുമ്പോ അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ നോക്കി വെച്ചോ, ഇതാണ് ഷാജഹാൻ, കോഴിക്കോടാണ് വീട്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ മമ്മൂട്ടിന്റെ അനിയനായിട്ട് അഭിനയിക്കും. പത്മശ്രീ ഫോക്കസ് ചെയ്യുന്ന മിനിമം ഒരു ഓസ്കാർ ആണ് കേട്ടോ. അതിനപ്പുറത്തോട്ടുള്ള ഒരു ആഗ്രഹം നമുക്കില്ല അല്ലേ? അഹങ്കാരം ഒന്നുമല്ലല്ലോ. നിങ്ങൾക്ക് എന്നെ കഥ വല്ലതും പറയാണെങ്കിൽ ജിഷിനോട് പറഞ്ഞാൽ മതി. പക്ഷെ എന്ത് കഥ പറഞ്ഞാലും, കോമഡി ആയാലും മാസം ആയാലും ഇമോഷൻ എന്ത് കഥ ഉണ്ടെങ്കിലും സെമിത്തേരി മസ്റ്റാണ്. സെമിത്തേരില്ല ഒരു പരിപാടി നടക്കൂല. കാര്യം പറഞ്ഞുതരാം. സെമിത്തേരി സെമിത്തേരി അന്ന് ജിഷിന് ഓർമ്മയില്ല. അന്ന് പോയിട്ട് ആ അച്ഛനല്ലോ അവിടുത്തെ, അത് ഭയങ്കര സീനാട്ടാ. ഇത് ഭയങ്കര സീന. നമ്മളൊന്നും ശരിക്കും പഠനായിരുന്നില്ലേ? സിനിമ ഷൂട്ടിംഗ് കേട്ടോ അവിടെ. സിനിമ പക്ക. എന്താ പറയുള്ളത്? ഷൂട്ടൊക്കെ അതിമനോഹരമായി പോകുന്നു. ആ പിന്നെ ജസീമിന്റെ വ്ളോഗിൽ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പൊ ഗൈസ് ഇനി ഉച്ചക്ക് ശേഷമാണ് ഷൂട്ട്. ഉച്ചക്ക് ശേഷം ഇനി വയ്യ, വ്ളോഗ് എടുത്തിട്ട് മരിച്ചു. ഇങ്ങനെ ഓരോ ആൾക്കാരുണ്ട്. ഫോട്ടോ എടുത്ത് അപ്പം തന്നെ ഒരു ഫോട്ടോ ആണ്. എന്താ ചാപ്പോട് പറയരുത്. സമാധാന സാധനം തരില്ല. ഒരു ഫോട്ടോ എടുത്ത് അപ്പം തന്നെ എനിക്ക് ഫോട്ടോ തന്നെ അയച്ചു കൊടുക്കണം. ഇത് എന്താ ഇപ്പം? ഇപ്പം ഞാൻ എനിക്ക് ഫോൺ ആവശ്യം, എൻ്റെ ഫോണല്ലേ, എൻ്റെ പൈസ കൊടുത്ത് ഫോൺ ഞാൻ ഫോട്ടോ എടുത്ത് ചിലപ്പോൾ ഞാൻ അയച്ചു കൊടുക്കായിരിക്കും. മനസ്സിലായി? എൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുക, ഫോട്ടോ ആണ് നടക്കുകയാണ്. എന്താ ഇപ്പം അവരോട് പറയില്ല? എയർ ഡ്രോപ്പ് പറഞ്ഞിട്ട് മക്കളെ നമ്മളെ ഷൂട്ട് ചെയ്യേണ്ട അതിൻ്റെ റെസ്റ്റിന് വന്നിട്ടുണ്ടോ? കുറച്ച് നേരം സമാധാനത്തിന് വേണ്ടി വന്നിട്ട് ആ സമാധാനം തരണ്ടേ പ്രാന്താക്കാനായിട്ട്. എല്ലാവരും അവലംബിലേക്ക് ലൈം എല്ലാ പരിപാടി ഉണ്ട്. ബിഗ് ബഡ്ജറ്റ് അല്ലേ സംഭവം? എത്ര? 4 ലക്ഷം 3 കോടിയാ? 3 കോടി 4 ലക്ഷം. ഇതിന് ക്യാമറാമാനൊക്കെയാണ് 5 കോടി. സാപ്പിയെ ഇത് എല്ലാവർക്കും ലൈമും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറാമാനൊക്കെ 5 കോടിയാണ് ബഡ്ജറ്റ് വരുന്നത്. അതെങ്ങനെ ഇരിക്കണേ? ബിരിയാണി കിട്ടുള്ളൂ. ബിരിയാണി മാത്രമേ ഉള്ളൂ. ലൈമും കാര്യങ്ങളൊന്നും വേണ്ട, ബിരിയാണി മാത്രം അല്ലേ? കേട്ടില്ലേ? സംഭവം പരിപാടി തുടങ്ങുള്ളൂ. സെക്കൻഡ് പാർട്ട് ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഇതിന് സ്പേസ് ഇല്ല മക്കളെ. ചെക്കനെ കാലും ചെറിയ മുറി കഴിക്കണം. അതുകൊണ്ടാണ് കാലും ചെറിയ മുറി. അതുകൊണ്ട് തല കൊണ്ട് വെള്ളത്തിൽ മുക്കി കളക്കളത്തിൽ ഇന്ന് പോരാട്ടം പോകുന്ന ഷുഹൈബും മുസിയാറും കൂടെ കേട്ടാ. കളക്കളത്തിൽ പോരാട്ടം ഷുഹൈബും മുസിയാറും കൂടെ. നിതിൻ ക്യാമറ റെഡി അല്ലേ? ക്യാമറമാൻ നോക്കണ റിജാസ് ഒക്കെ തെറ്റിയിരിക്കണ്.
ലെവലൊക്കെ തെറ്റിയിരിക്കണ്. ജിഷിൻ വയസ്സിൻ പ്രായമാണ് ആൾക്ക് ഇപ്പൊ തന്നെ വയ്യ. ഡയറക്ടർ നയിക്കണ ജിഷിനാണ്. ആ ലൊക്കേഷനിൽ ഫൈറ്റ് സീൻ ഇട്ടാ നടക്കാൻ വേണ്ടി പോണത്. ഷാനവാസ്ക്കാണ് വഹിക്കണ്. ഏത് മുന്നേറ്റം വഹിക്കണ്. കണ്ടില്ലേ കുമ്പായിട്ട് കണ്ടില്ല. ഇത് കണ്ടില്ലേ മായാവലി ബാബുരാജാണിത്. ഷാനവാസ്ക്കാണ് ഇതാ റഫറി ഷാനവാസ്ക. ഇവർ തമ്മിലാണ് മാച്ച് എടുക്കാൻ പോകുന്നത്. ഉസിയാർ ഷോയിബ് മാച്ച്. ഷാനവാസ് കർണൻ ഷാനവാസ് കണ്ടില്ല. ഇതാണ് പരിപാടി കേട്ടോ. ഷാനുബായി നിർവഹിക്കണ്. ഷാനുബായി റഫറി ഷാനവാസ് ബായ്. ആള് കുറെ കരഞ്ഞ് കാല് പിടിച്ച് ചെറിയ റോള് കൊടുത്ത്. അപ്പോൾ ആരും സങ്കടപ്പെടണം, എല്ലാവർക്കും റോൾ ഉണ്ടാവും. ഇനി ഷാനവാസ്ഖാൻ ആഗ്രഹം കൊണ്ട് ഷാനവാസ്ഖാൻ മോനെ കൊണ്ട് തന്നെ ഫോൺ പിടിപ്പിച്ച് ഫോട്ടോ എടുപ്പിക്കാണ്. അങ്ങനെ ഷാനവാസ്ക റെഫറി ആയിട്ട് നിൽക്കുന്നത്. അതാ ഷുഹൈബ് കണ്ണവനെന്താ ഷുഹൈബിന് എന്താ മറ്റേതാന്നുണ്ട് ചെങ്കണ്ണന്നുണ്ട് ചുവപ്പ് കണ്ണടക്ക് വെച്ചിരിക്കണ്. ഉസിയാറിന് കൈമ മസിലായിരിക്കണ പറഞ്ഞു. കൈ വന്നിച്ചിരിക്കണേ. ചെക്കൻ ഒക്കെ ജിഷിന് തീരെ വയ്യായിരിക്കണ്. മൊത്തം കഴിഞ്ഞ് ജാജർത മൊത്തം കിളി പോയിരിക്കണ്. എല്ലാരും ഓണല്ലേ ഇന്ന്. ഇത് മുല്ലാസർപ്പും വള്ളിയാൻ്റെപ്പനും പിന്നെ കുംഭകർണ ഷാനവാസ്കി ചെങ്കണ്ണൻ ഷോയിബ് എല്ലാവരും ഉണ്ട് കളക്കളത്തില്. 4 ക്യാരക്ടർമാരാ. ചെങ്കണ്ണ ഷോയിബ്, കുംഭകർണ ഷാനവാസ്ക്, മുല്ല അസർപ്പ്, വള്ളി അൻ്റപ്പൻ. ഇത് ജിഷിൻ പണ്ണൽ പണ്ണി ലാസ്റ്റ് കലാമായി ഇരുത്തപ്പോ. ഇതൊക്കെ എന്ത് നമ്മുടെ ചെക്കൻ ജിഷ്ണുണ്ട് ഷർട്ട് അയച്ചിട്ടുണ്ടല്ലോ. പിന്നെ കാണാ 6 പാക്ക്. ഋതിക് റോഷൻ വരെ മാറിയിരിക്കും. അമ്മാതിരി ബോഡി. ഇതാണ് ജിഷ്ണു. വീട് മലപ്പുറം സ്വദേശി ജിഷ്ണു. കൈ ഇറക്കണ്ടല്ലേ. ടച്ച് ആയിട്ടുള്ള ഓക്കെ. കളിച്ചോ. ഗൈസ് അപ്പോൾ സൂപ്പർ സ്റ്റാർ ഷുഹൈബ് ഇതാ കളത്തിലെത്തിക്കണം. മാസ് ലുക്കിൽ. എന്താ അവസ്ഥ? സെറ്റല്ലേ? പൊളി നല്ല ലുക്ക്. അത് കോമഡി സ്റ്റാർസിൽ പാവട്ട് വരില്ല. ചോപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നായ കണ്ടില്ലേ? ചോപ്പ് കണ്ണട, ചോപ്പ് ടീഷർട്ട്, ചോപ്പ് ഗ്ലൗസ്. ഇപ്പതാ ചോപ്പ് ടീഷർട്ട്, ചോപ്പ് ഗ്ലൗസ്, ചോപ്പ് ഇത് ശീലകഷ്ണം, മൊത്തം ചോപ്പ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ബാക്കിയെല്ലാം റീൽ ഇറങ്ങുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ ഓക്കെ ബൈ.